സോ എക്സാം വൈ ഫാമിലിയുടെ നമ്മളുടെ മീറ്റിംഗ്സിന്റെ പാർട്ടായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ്, മെന്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ പാരന്റ്സ് എല്ലാവരും അവരുടെ ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ ആ കൂടെ ഇന്ന് ഇവിടെ ഉള്ളത് ആളുടെ പേരൊന്ന് പറയോ? ഷിഹാൻ ഷമീർ. ഷിഹാനാണ്. ഷിഹാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6 ഓക്കെ, സിക്സ്ത് ഫൗണ്ടേഷനിലാണ് ഇപ്പം. അത് കംപ്ലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ സിക്സ്ത് ഫൗണ്ടേഷനിലാണോ ഇപ്പോൾ? ഫൗണ്ടേഴ്സ്. ഫൗണ്ടേഷനിലാണ് അല്ലേ? ഓക്കെ. സോ എങ്ങനെയുണ്ടായിരുന്നു എക്സാം വൈ ഫാമിലി മീറ്റ്? അടിപൊളി. അടിപൊളിയായിരുന്നു. എന്തായിരുന്നു ഏറ്റവും ഇഷ്ടമായത്? ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടമായത് എന്തായിരുന്നു? ഇന്ററാക്റ്റീവ് സെഷൻസ് ആണോ? അല്ലെങ്കിൽ മെന്റേഴ്സിനെ മീറ്റ് ചെയ്തതാണോ? ഫാക്കൽറ്റീസിനെ മീറ്റ് ചെയ്തതാണോ? ഏതാണ് ഏറ്റവും ഇഷ്ടമായത്? ഇന്ററാക്റ്റീവ് സെഷൻസ്. ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. നമ്മളുടെ കൂടെ നമ്മൾ ഒരുപാട് ഇന്ററാക്റ്റീവ് സെഷൻസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ററാക്റ്റീവ് സെഷൻസ് ആണെന്നാണ് പറയുന്നത്. സോ ആളുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു ഉമ്മച്ചിയാണ് അവളുടെ കൂടെ ഉള്ളത്. സോ എങ്ങനെയുണ്ട് ആളുടെ സ്റ്റഡീസ് ഒക്കെ എക്സാം വൈസ് ലേണിംഗിൽ ജോയിൻ ചെയ്തതിന് ശേഷം? സ്റ്റഡീസ് കുറേ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മാത്സും അങ്ങനത്തെ സയൻസ് സബ്ജക്ട്സ് എല്ലാം ആദ്യത്തേതിനേക്കാളും ആൾ സ്മാർട്ടായിരുന്നു ആദ്യം. കുറച്ചും കൂടി നന്നായിട്ട് ഫൗണ്ടേഷൻ കിട്ടിയത് കാരണം കുറച്ചുകൂടി ബേസ് എല്ലാം നല്ല സ്ട്രോങ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ. സോ നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എക്സാം വൈ ലേണിംഗിന് പറ്റിയതിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നു. ആൻഡ് ഓൾസോ നമുക്കിപ്പോൾ ആൾ മെന്റലി ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ കേട്ടു. മെന്റേഴ്സിന്റെ അടുത്ത് എന്ത് മെന്റി ക്വിസ് വെച്ച് കഴിഞ്ഞാലും ആൾ ഓടി വരുന്നത്. മെന്റി ക്വിസ് ഭയങ്കര ഇഷ്ടമാണോ? ആ, എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നോ? ഇന്നത്തേത് പാർട്ടിസിപ്പേറ്റ് ചെയ്തോ? ഇവിടെ എത്തിയില്ല. ഓക്കെ. ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ആൾക്ക് ഓൺലൈൻ കയറിയിട്ടുണ്ട്. അതെ, അതെ. ആള് എന്തായാലും മിസ് ഔട്ട് ചെയ്തിട്ടില്ല. നമ്മളെ മെന്റി ക്വിസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത് തന്നെ നമുക്ക് ഏറ്റവും ഒരു മോട്ടിവേഷണൽ തിങ് ആണ്. സോ ഇനി നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കാര്യങ്ങൾ റെഫർ ചെയ്യാനുണ്ട്. അപ്പം എക്സാം വൈനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പാരന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്താണ് പറയാനുള്ളത്? എക്സ്-എൻ-വൈനെ കുറിച്ച് എന്തായാലും നല്ല അഭിപ്രായം തന്നെ പറയാനുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ മക്കൾ തന്നെ ജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ സ്റ്റഡീസും ബേസും ഫൗണ്ടേഷനും എല്ലാം നന്നായിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം പറയാറ് പെട്ടെന്ന് കുട്ടികളെ ചേർക്കൂ. എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ആദ്യത്തേതിനേക്കാളും എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടും എന്നുള്ളത് കൊണ്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇവിടുത്തെ മെന്റർഷിപ്പിനെ കുറിച്ച് മാമിന് എന്താ പറയാനുള്ളത്? മെന്റേഴ്സ് ഷാദിയ മേഡമാണ് നമ്മൾ മെന്റർ. നല്ലതാണ്. കാരണം നമ്മൾ എക്സാം എഴുതാൻ നമ്മൾ മടി പിടിച്ചിരുന്നാലും വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ലാഗ് വന്നു കഴിഞ്ഞാൽ പോലും അതെങ്ങനെയായാലും അറ്റൻഡ് ചെയ്തിരിക്കും. പിന്നെ എല്ലാം ഇതുപോലെ മെന്റീസ് എല്ലാം നമ്മൾ ഇൻഫോം ചെയ്യും. ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ കുറച്ച് താല്പര്യമുള്ള ആൾക്കാർ. ഓക്കെ. സോ കുട്ടികളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ മെന്റേഴ്സിന്റെ ഒരു എഫേർട്ട് നമുക്ക് പാരന്റ്സിന്റെ ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആളുടെ കൂടെ ഒരു സിബ്ലിങ്സ് കൂടെ ഉണ്ടല്ലേ? ആളുടെ പേരെന്താണ്? ഷഹുസിൻ. എന്താണ്? ഷഹുസിൻ. ഷഹസി. ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3. എന്ന് നമ്മൾ എക്സാം ഫാമിലിന്റെ പാർട്ട് ആവോ? ആ ചേർന്ന എക്സാം വഴി ചേർന്നോ? ചേർന്നോ? സോ ആളുടെ പാരന്റിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അഷുറൻസ് കിട്ടിയിട്ട് എന്തായാലും നമ്മുടെ എക്സാം വൈ ലേണിംഗിന്റെ പാർട്ട് ആയിരിക്കും എന്നുള്ളത്. സോ ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മെന്റേഴ്സിനാവട്ടെ ഫാക്കൽറ്റീസിനാവട്ടെ എല്ലാവരും മീറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും ദൂരം വന്നതിൽ ഒരുപാട് സന്തോഷം. ആൾക്കിനി വലുതാവുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എന്താവാനാണ് ആഗ്രഹം? അങ്ങനെ പ്രത്യേകിച്ച് എയിമൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, ഓക്കെ. സോ എല്ലാം നല്ല രീതിയിൽ വരട്ടെ. ഇനിയും നമ്മുടെ മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾ കണ്ടക്ട് ചെയ്യും. സോ എന്തായാലും വരാം. അപ്പോൾ ഓക്കെ. താങ്ക്